അവൻ എവിടെയുണ്ടെന്ന് ഒരറിവില്ലേ സർ? എന്തൊരു ചോദ്യം! എവിടെയാണെന്നറിഞ്ഞാ പോയി പിടിക്കില്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും സത്യസന്ധമായി സഹകരിച്ചാലല്ലേ കേസ് വേഗം തെളിയിക്കാനാവൂ. ചിലപ്പോൾ ഒരു ചെറിയ സൂചന മതി അന്വേഷണത്തിനൊരു വലിയ വഴി തുറന്നു തരാൻ. ആ സൂചന മനഃപൂർവ്വം തരാതിരുന്നാലോ? ആരുടെ കാര്യമാണ് സാർ പറയുന്നത്? ആരുടെയും ആവാം. ഞാൻ ജനറലായി പറഞ്ഞേ ഉള്ളൂ. മിസ്റ്റർ രാമോഹൻ, പിന്നെ ആ നഴ്സിംഗ് ഹോമിലെങ്ങാനും പോയിരുന്നോ അനിയത്തിയെ കാണാൻ? ഇല്ല, പോകേണ്ട ആവശ്യം വന്നില്ല. എന്താ സാർ? അല്ല, അനിയത്തിയെ ആശ്വസിപ്പിക്കാനോ അവർക്ക് ധൈര്യം കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും? ഒരേട്ടൻ്റെ കടമയാണല്ലോ അത്. സെട്ടല്ലേ? പിന്നെന്താ പോകാത്തത്? അതോ നിങ്ങൾ തമ്മിലിപ്പോൾ നല്ല ടേംസിലല്ലേ? അതെ സാർ, ഞങ്ങൾ തമ്മിൽ നല്ല ടേംസിലാണ്. എന്നും അങ്ങനെ തന്നെ ആയിരുന്നു. തമ്മിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണോ? ഇല്ലെന്ന് തന്നെ പറയാം സാർ. സ്വാർത്ഥത വരുമ്പോഴാണല്ലോ തർക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവുന്നത്. അപ്പോ ആ സ്വത്തിനെ സംബന്ധിച്ച് തർക്കോ? എന്ത് തർക്കം? ഇല്ല സാർ, സ്വത്തുക്കൾ മുഴുവനും ഞാൻ രേഖയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അല്ലല്ലോ ഞാൻ അറിഞ്ഞത്. നേഴ്സിംഗ് ഹോം ഇരിക്കുന്ന ആ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്കൊരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കെട്ടണമെന്ന് മോഹമില്ലായിരുന്നോ? അത് യെസ്, ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു നഴ്സിംഗ് ഹോം പണിയണമെന്നുള്ള രേഖയുടെ ആഗ്രഹത്തിന് മുന്നിൽ ഞാൻ സറണ്ടർ ചെയ്തു സാർ. അങ്ങനെയല്ലേ വേണ്ടത്? തീർച്ചയായും. പക്ഷേ ഞാൻ കേട്ടത് ഇക്കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ഏട്ടനും അനിയത്തിയും തമ്മിൽ ഉഗ്രൻ വാക്കുതർക്കം ഉണ്ടായെന്നാണല്ലോ. ആര് പറഞ്ഞു സാർ ഇതൊക്കെ? പറയേണ്ട ആള് തന്നെ എന്ന് കരുതിക്കോളൂ. സത്യമല്ലേ? സാറിനോട് രേഖ എന്തെങ്കിലും? ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രധാനം. സ്വത്തിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായെന്നുള്ളത് നേരാണ്. പിന്നെ യാതൊരു തർക്കം ഉണ്ടായിട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞതോ? കുടുംബ രഹസ്യങ്ങളല്ലേ സാർ? അത് കഴിയുന്നത്ര നമ്മൾ മൂടി വയ്ക്കുന്നതല്ലേ മാനം. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം നിമിഷങ്ങൾക്കകം തീർന്നു. അതിന് തെളിവാണല്ലോ ഞാൻ അവൾക്ക് കൊടുത്ത ആ 4 ലക്ഷം രൂപ. ഓഹോ, അനിയത്തിക്ക് നിങ്ങൾ പണം കൊടുത്തോ? എന്തിനായിരുന്നു? മരിച്ച ആ 3 രോഗികളുടെ ബന്ധുക്കൾ കോമ്പൻസേഷൻ ചോദിച്ച് അവളെ പ്രയാസപ്പെടുത്തി. ചോദിച്ച സംഖ്യ മുഴുവൻ റെഡിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ബാക്കി വേണ്ട 4 ലക്ഷം ഞാൻ കൊടുത്തു. എന്റെ അനിയത്തിയാണവൾ. അവൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ ഞാൻ മുമ്പിലുണ്ടാവും സർ. യെസ്, അതാണ് വേണ്ടതും. പിന്നെ രേഖ എന്നെ പറ്റി എഗൻസ്റ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ സ്വത്ത് തർക്കമൊന്നുമല്ല, പ്രേമമാണ്. പ്രേമോ? അതെ, നഴ്സിംഗ് ഹോമിൽ ഒരു മാനസിക രോഗിയുമായി അവൾ കുറച്ചടുത്തു. അതേത് രോഗി? പ്രസാദ് എന്നാണ് പേര്. ആ എഞ്ചിനീയറോ? അതെ. സാർ അറിയോ അയാളെ? അന്വേഷണത്തിനിടയിൽ കേട്ടറിഞ്ഞതാണ്. എന്റെ സഹപ്രവർത്തകനായിരുന്നു സർ. കമ്പനിയിൽ കുറെ വെട്ടിപ്പൊക്കെ നടത്തി ജോലി പോയി. അങ്ങനെ വട്ടായി. അങ്ങനെ ഒരുത്തനെ എൻ്റെ അനിയത്തി, അതും ഒരു ഡോക്ടറായ അനിയത്തി ഇഷ്ടപ്പെട്ടാൽ ഞാനത് സഹിക്കുമോ സർ? ഞാൻ എതിർത്തു. ആ വിരോധം ഇപ്പോഴും രേഖയ്ക്ക് എന്നോടുണ്ട്. പക്ഷേ എനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവൾക്കൊരു നല്ല വിവാഹബന്ധം, ഞങ്ങളുടെ സ്റ്റാറ്റസിന് യോജിച്ചൊരു ബന്ധം, അതാണിപ്പോൾ എൻ്റെ ഒരേ ഒരു ചിന്ത. ഓക്കെ മിസ്റ്റർ രാമോഹൻ, നമുക്ക് വീണ്ടും കാണാം. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടപരിഹാരത്തിൻ്റെ ഭാരം നമ്മൾ ചുമക്കേണ്ടി വരില്ല. പ്രതിയിൽ നിന്ന് തന്നെ അത് മരിച്ചവരുടെ ബന്ധുക്കൾ ഈടാക്കിക്കൊള്ളും. പക്ഷേ നമ്മൾ ആ തുക മുഴുവനും റെഡിയാക്കി കഴിഞ്ഞില്ല ഡോക്ടർ.
ആ സ്ഥിതിക്ക് പൗരസമിതിക്കാർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതല്ലേ ശരി? ചെയ്യാത്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നതാണോ ശരി? മാത്രവുമല്ല, കേസന്വേഷണം ഒരു പുതിയ ടേണിംഗ് പോയിന്റിൽ എത്തിയിരിക്കുക. മുരുകന്റെ അബ്സ്കോണ്ടിങ് ഒരു വലിയ തെളിവായിരിക്കുന്നു. ഇനി പൗരസമിതിക്കാർക്ക് നമ്മുടെ മേൽ ചുമത്താൻ എന്ത് അലിഗേഷനാണ് ഉള്ളത്? നമ്മളോട് കോമ്പൻസേഷൻ ചോദിക്കാൻ അവർക്ക് എന്ത് ബേസാ ഉള്ളത്? നമ്മൾ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല. കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്ന് നിരീക്ഷിക്കുക. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ആ, വരണം സാർ. ആ, ഇരിക്കൂ. താങ്ക് യു. അന്വേഷണത്തിൽ എന്തെങ്കിലും പുതിയ ഫൈൻഡിങ്സ്? മുരുകൻ എവിടെയാണെന്ന്? ഇല്ല. പക്ഷേ ഒരു കുറ്റവാളിക്കും ഏറെ നാൾ മറഞ്ഞിരിക്കാനാവില്ല. അവനെ പിടിക്കാനുള്ള വല അവൻ തന്നെ തീർക്കും. ആ വല ഞങ്ങളുടെ കയ്യിലെത്തുകയും ചെയ്യും. ബൈ ദ ബൈ, ഡോക്ടർക്കൊരു ബ്രദറുണ്ടോ? ഒരു എഞ്ചിനീയർ? ഉണ്ട്. വാട്ട്സ് ഹിസ് നെയിം? റാം മോഹൻ. എന്താ സർ ചോദിക്കാൻ? ജസ്റ്റ് ആസ്റ്റ്, അത്രേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? നല്ല ടേംസിലല്ലേ? അകൽച്ചയിലായിരുന്നു. പക്ഷേ ഇപ്പോ അടുപ്പത്തിലാണ്. പ്രത്യേകിച്ചും റാംമോഹൻ 4 ലക്ഷം രൂപ തന്ന് സഹായിച്ച ശേഷം അല്ലേ? ആട്ടെ, നിങ്ങൾ തമ്മിൽ നേരത്തെ നല്ല ടേംസിലല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു കാരണം? അത് സ്വത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കാവോ? ഈ നഴ്സിംഗ് ഹോം നിൽക്കുന്ന സ്ഥലത്തിന് രേഖയും റാമും തുല്യ അവകാശികളാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായി പുതിയൊരു നഴ്സിംഗ് ഹോം പണിയണമെന്ന് രേഖയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് റാമിനോട് പറഞ്ഞു. പക്ഷേ റാമിന്റെ താല്പര്യം ഇവിടെ ഒരു ബാർ ഹോട്ടൽ കെട്ടുക എന്നതായിരുന്നു. എന്നിട്ട് ആരാ ജയിച്ചത്? ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത്. എത്രയൊക്കെ ആയാലും സ്വന്തം അനുജത്തിയല്ലേ. എനിക്കൊരു ട്രാജഡി ഉണ്ടായപ്പോൾ ഏട്ടൻ വാശിയും പിണക്കവും ഒക്കെ മറന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അതാണ് 4 ലക്ഷം അല്ലേ? അതെ. പകരമായി എനിക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടി കൂടി ഞാൻ ഏട്ടന് വിട്ടുകൊടുക്കാൻ പോവുകയാണ്. ബാർ ഹോട്ടലിന് വേണ്ടി? അതെ. നേഴ്സിംഗ് ഹോമിനുണ്ടായിരുന്ന സൽപ്പേര് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി രോഗികൾ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനിതിവിടെ ഫംഗ്ഷൻ ചെയ്യണം? എന്റെ ആഗ്രഹം അവസാനിച്ചു കഴിഞ്ഞു. ഏട്ടന്റെ ആഗ്രഹമെങ്കിലും നടക്കട്ടെ. എന്റെ സംശയമാണ്. തെറ്റുണ്ടെങ്കിൽ തള്ളിക്കളയാം. ഈ ദുരന്തം, ഐ മീൻ ഈ പോയിസനും മുരുകനും 3 മരണങ്ങളൊക്കെ പ്രീ പ്ലാൻഡ് ആയിക്കൂടെ? വ്യക്തമാക്കാം. ഡോക്ടറുടെ സ്വത്ത് വേണമെന്ന് മോഹിച്ചിരുന്ന ഏട്ടൻ അത് വിട്ടുകൊടുക്കില്ലെന്ന് ഡോക്ടർ. ഏട്ടൻ തോറ്റു പിൻവാങ്ങുന്നു. പെട്ടെന്നൊരു ദിവസം നേഴ്സിംഗ് ഹോമിലെ ഭക്ഷണത്തിൽ വിഷം കലരുന്നു. 3 പേർ മരിക്കുന്നു. ഫൈനലി ഡോക്ടർ ഈ വസ്തു ഏട്ടന് സറണ്ടർ ചെയ്യുന്നു. എന്തോ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നില്ലേ? ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. തെറ്റാകാം. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. സി യു. ഡോക്ടർ രേഖ, 1 മിനിറ്റ്. ആരാണ് ഈ പ്രസാദ്? പ്രസാദ് എന്റെ പേഷ്യന്റ് ആയിരുന്നു. ഡിസ്ചാർജ് ചെയ്തു അല്ലേ? ഉവ്. അയാളും എഞ്ചിനീയറാണ്. അതെ. ഡോക്ടർക്ക് അയാളോടൊരു സോഫ്റ്റ് കോൺ ഉണ്ടായിരുന്നു, ശരിയല്ലേ? അത് ഞാൻ... സോഫ്റ്റ് കോൺ എന്ന് വെച്ചാൽ അഫെക്ഷൻ എന്ന് പറയാം, ഫാസിനേഷൻ എന്ന് പറയാം, പ്രേമം ഒന്നും പറയാം. ഓക്കെ, ഞാൻ വീണ്ടും വരാം.
ഡോക്ടർ, എന്തൊക്കെയാണ് ആ സി എ ചോദിച്ചിട്ട് പോയത്? ഇതൊക്കെ എങ്ങനെ അയാൾ അറിഞ്ഞു? ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, റാം. പക്ഷേ ഏട്ടനെ പറ്റി അയാൾ പറഞ്ഞല്ലോ. ഏട്ടനെ സംശയിച്ചുകൊണ്ട്. അതാണ് പോലീസ്. പക്ഷേ CI പറഞ്ഞതിലും സാധ്യതയുണ്ട് കുട്ടി. അറിയാമല്ലോ, പുറമേ കാണുന്ന ചിരിയും വർത്തമാനവും ഒന്നും അല്ല റാമോഹൻ. എല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ CI പറഞ്ഞതുപോലെ റാംമോഹൻ ആവുമോ? നമ്മൾ സൂക്ഷിക്കണം രേഖ. ഇതുവരെ പറഞ്ഞതുപോലല്ല. ആ വ്യക്തിയെ ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. പ്രസാദേ, രമേശൻ പറഞ്ഞത് ശരിയായിരുന്നു സുഭദ്രേ. ഇവൻ ഇപ്പൊ ഇങ്ങോട്ട് താമസം മാറ്റാൻ പാടില്ലായിരുന്നു. കണ്ടില്ലേ, വന്ന് കയറിയ ദിവസം മുതൽ തുടങ്ങിയതാണ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. എന്താ ഇതിന്റെ ആവശ്യം? ഇത് കാണുന്നവർക്കുണ്ടാകുന്ന മനോവിഷമം ഇവനറിയാമോ? ബാലമാമ കരുതുന്ന പോലെ ഞാൻ കരുതിയതിൽ ഒരു തെറ്റുമില്ല. നിന്റെ മനസ്സ് എനിക്ക് വ്യക്തമായി കാണാം. ആ മനസ്സിലെ ദുഃഖവും ആഗ്രഹവും ഒക്കെ കാണാം. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇനി ബാക്കി കൂടെ ആവട്ടെ. ഞാൻ ശങ്കരനെ പോയി കാണാം.